ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും മനസ്സിൽ ഒരുപാട് ദുഃഖവും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കൊണ്ടടക്കുന്ന ഒരു വ്യക്തിയാവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് സാമ്പത്തികമായിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് ആവാം. ഇങ്ങനെ നിരവധി പ്രോബ്ലത്തിലായിരിക്കും നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റാൾക്കാർക്ക് ഒരു പക്ഷേ നിങ്ങളെക്കാളും വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവാം. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക്, നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. എന്നും പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനുമായിട്ടുള്ള ഫ്രീ സെഷൻസ് അവൈലബിൾ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ച അത്ഭുത റിസൾട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫാമിലിയോട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ നിങ്ങളുടെ ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ധാരാളമായി സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സംസാരിച്ചു വന്നത്, ഇന്ന് ഈ ഭൂമിയിൽ പലതരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് വരുമ്പോൾ അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ചലഞ്ചിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനർജി ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമോ ഒരു സങ്കടമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഡൗൺ ആവുന്നു. നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെങ്ങനെ തരണം ചെയ്യണമെന്ന് പറ്റുന്നില്ല. ഇന്ന് നിങ്ങളോട് പ്രപഞ്ചം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ചോദിച്ചാൽ അക്സെപ്റ്റൻസ്, സ്വീകരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ചീട്ടുകളി പോലെയാണ്. നമ്മൾ ചീട്ട് കളിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. നമ്മൾ 4-5 പേരുണ്ടാവും. ഒരു ചീട്ടിൻ്റെ കെട്ടെടുത്ത് 5 പേർക്ക് ഒരുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ചീട്ടെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കത്തില്ല ആ ചീട്ടുകൾ. ഇതുപോലെയാണ് നമ്മുടെ ലൈഫും. ഭഗവാൻ തരുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് ഒരുക്കിയിട്ടുള്ള പല പ്രതിസന്ധികളും പല ചലഞ്ചസുകളും ചീട്ടുപോലെയാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചീട്ടുപോലെ. എന്നിട്ട് ആ ചീട്ടെടുത്ത് നമ്മൾ നോക്കിയിട്ട് ഭഗവാനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താ ഭഗവാനെ എനിക്ക് മാത്രം ഇങ്ങനെ? എന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ? എനിക്ക് മാത്രം എന്താ പ്രശ്നങ്ങൾ? എന്നെ മാത്രം എന്താ ഇപ്പോഴും പരീക്ഷിക്കുന്നത്? എനിക്കെന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടും? ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് മുകളിലുള്ള തമ്പുരാനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാനോട്, ദൈവത്തോട് ചോദിക്കുന്നത്. ആ ചീട്ടുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡുകൾക്കനുസരിച്ചല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ കളി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കിട്ടിയ കാർഡ് വെച്ച് എങ്ങനെയാണ് ആ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാര്യം. എങ്ങനെയാ കിട്ടിയ കാർഡിൽ നിങ്ങൾ ആ കളി എങ്ങനെ വിജയിക്കുന്നു എന്നാണ് കാര്യം. അപ്പോൾ ഈ ജീവിതമാകുന്ന കളിയിൽ നമ്മൾ എങ്ങനെയാ കാർഡ് ചൂസ് ചെയ്ത്? നിങ്ങളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാർഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ? ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, ഈ വീഡിയോയിൽ യൂട്യൂബിൽ തനിക്ക് എന്ത് വേണം സംസാരിക്കാമല്ലോ, താങ്കൾക്ക് എന്ത് വേണം സംസാരിക്കുമല്ലോ, ഓരോ പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നതും ഓരോ പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നത് ഞാനാണ്, എനിക്കല്ലേ എൻ്റെ വേദനകൾ അറിയാവുമെന്ന്. അഫ്കോഴ്സ് എനിക്ക് നിങ്ങളുടെ വേദനകൾ അറിയില്ല. അഫ്കോഴ്സ് എനിക്ക് നിങ്ങളുടെ വേദനകൾ അറിയില്ല. എനിക്കത് അറിയുകയും വേണ്ട. എനിക്കത് അറിയുകയും വേണ്ട. കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളുടെ സംസാരിച്ചിട്ടുണ്ട്, ക്ലാസ്സസ് എടുത്തു തന്നിട്ടുണ്ട്. ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങൾ ജീവിക്കരുതെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ല. വീണ്ടും പ്രപഞ്ചം നിങ്ങൾക്ക് വാർണിംഗ് തരുന്നുണ്ട്, ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷനിൽ ശക്തമായിട്ട് വിശ്വസിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം പ്രതിസന്ധികൾ വരാൻ കാരണം എന്താണ് ചോദിച്ചാൽ, നിങ്ങൾ വീണ്ടും പാസ്റ്റിൽ ജീവിക്കുന്നതാ. കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു അത് ഓർത്ത് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നു. ആ കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഓർത്ത് ഇപ്പോഴും ജീവിക്കുകയാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളിൽ എന്താണോ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ അനുഭവിച്ചത്, അത് മാത്രമാണ് നിങ്ങൾ നാളെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്.
എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്, അഫർമേഷൻസ് എഴുതിയാലും വിഷ്വലൈസേഷൻ ചെയ്താലും മറ്റേത് ടെക്നിക്കുകൾ ചെയ്താലും പ്രസൻറ്റ് ടെൻസിൽ, പ്രസൻറ്റിൽ എഴുതണം, പ്രസൻറ്റിൽ പറയണം, പ്രസൻറ്റിൽ ചിന്തിക്കണം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നിമിഷം എന്താണോ ചിന്തിക്കുന്നത് അതല്ലേ നിങ്ങളുടെ ഫ്യൂച്ചറായി മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നിമിഷം പാസ്റ്റിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടതിൽ പാസ്റ്റിൽ നടന്ന കാര്യമല്ലേ നിങ്ങൾ വീണ്ടും ഫ്യൂച്ചറിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. സോ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഇന്ന് ജീവിക്കുകയും വേണ്ട, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുകയും വേണ്ട. പ്രസൻറ്റിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ, എനിക്ക് മാത്രം എന്താ ഭഗവാനെ കടം, പ്രശ്നങ്ങൾ, ദുഃഖം, രോഗം എല്ലാം എനിക്ക് മാത്രം എന്താ. സോ ഇഗെയിൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താ, കഴിഞ്ഞു പോയ എന്തോ പല മോശമായ അവസ്ഥ വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാ. പ്രപഞ്ചം നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. സോ തിങ്ക് അബൌട്ട് ഇറ്റ്, ചിന്തിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്, അതോ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ വിഷമിപ്പിച്ച, നിങ്ങൾക്ക് ദുഃഖം തന്ന കാര്യങ്ങളാണോ വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സിലാക്കുക, എപ്പോഴും മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് പ്രസൻറ്റിലാണ്. ഈ നിമിഷത്തിൽ മാത്രം മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് സംഭവിച്ചിരിക്കും, 100% സംഭവിച്ചിരിക്കും. അപ്പം എന്താ വേണ്ടത്, എന്താ വേണ്ടതെന്ന് ഒന്നും കൂടെ ഓർക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ ദൈവം അവസരമൊരുക്കിയത്. സന്തോഷത്തോടെ ഇരിക്കൂ, സമാധാനത്തോടെ ഇരിക്കൂ, സമ്പദ് സമൃദ്ധിയോടെ ഇരിക്കൂ. ദൈവം ധാരാളമായി വീണ്ടും വീണ്ടും നിങ്ങൾ അനുഗ്രഹിക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ലഭിക്കട്ടെ.